നീലക്കടലിൻ്റെ മധ്യത്തിൽ കാറ്റിൻ്റെ ശബ്ദം മാത്രം കേൾക്കുന്ന ഒരു സന്ധ്യാസമയം ഒരു മനുഷ്യൻ മരണത്തിലേക്ക് നടന്നു പോവുകയാണ്. അവൻ സാധാരണക്കാരനല്ല, അവൻ ഒരു ഭീകരനായ കടൽ കൊള്ളക്കാരൻ. റിയൂണിയൻ ദ്വീപിൽ ജനക്കൂട്ടം മുഴുവൻ നോക്കി നിൽക്കുമ്പോൾ അവൻ തൂക്കുമരത്തിലേക്ക് ശാന്തമായി നടന്നു. ഭയമില്ല, പരിതാപമില്ല. പക്ഷേ അവൻ്റെ കയ്യിൽ ഒരു രഹസ്യം ഉണ്ടായിരുന്നു. അവസാന നിമിഷത്തിൽ അവൻ ഒരു ചെറിയ പേപ്പർ പുറത്തെടുത്തു. ജനക്കൂട്ടത്തിലേക്ക് എറിഞ്ഞുകൊണ്ട് അവൻ വിളിച്ചു പറഞ്ഞു, എൻ്റെ നിധി കണ്ടെത്താൻ കഴിയുന്നവർക്ക് അത് സ്വന്തമാക്കാം. ആ നിമിഷം മുതൽ ലോകം മുഴുവൻ തിരയുന്ന ഒരു ചോദ്യമുണ്ടായി: ആ നിധി ഇന്ന് എവിടെയാണ്? ചരിത്രം പലപ്പോഴും മനുഷ്യൻ്റെ സ്വർണത്തോടുള്ള ആകർഷണവും അതിനായി നടത്തിയ സാഹസങ്ങളും രേഖപ്പെടുത്തുന്ന ഒരു വലിയ പുസ്തകമാണ്. എന്നാൽ ചില കഥകൾ ചരിത്രത്തെയും കടന്ന് ഒരു രഹസ്യമായി മാറുന്നു. അത്തരത്തിൽ ഇന്ന് വരെ ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമാണ് ഫ്രഞ്ച് കടൽ കൊള്ളക്കാരനായ ഒലിവിയ ലെവാസറിൻ്റെ നിധിയുടെ കഥ. 18-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ലോകത്തിൻ്റെ പല കടൽ മാർഗങ്ങളിലും ഭീതിയുടെ പ്രതീകമായിരുന്നു ലെവാസർ. ലാബുസെ അഥവാ പരുന്ത് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന അദ്ദേഹം തൻ്റെ വേഗവും കൃത്യതയും കൊണ്ട് പ്രശസ്തനായിരുന്നു. ഒരു ആക്രമണം നടത്താൻ തീരുമാനിച്ചാൽ അത് പരുന്ത് ഇരപിടിക്കുന്ന പോലെ വേഗത്തിലും കൃത്യതയിലുമായിരുന്നു. ആദ്യകാലത്ത് അദ്ദേഹം ഒരു പ്രൈവറ്റർ ആയിരുന്നു, അതായത് സർക്കാർ അനുമതിയോടെ ശത്രുരാജ്യങ്ങളുടെ കപ്പലുകൾ ആക്രമിക്കുന്ന നാവികൻ. പക്ഷേ പിന്നീട് അധികാരത്തിൻ്റെയും സ്വർണത്തിൻ്റെ മോഹം അദ്ദേഹത്തെ ഒരു യഥാർത്ഥ കടൽ കൊള്ളക്കാരനാക്കി മാറ്റി. കരീബിയൻ കടലിൽ നിന്ന് അദ്ദേഹം തൻ്റെ യാത്ര ആരംഭിച്ചെങ്കിലും പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല ഇന്ത്യൻ ഓഷ്യനിലേക്ക് വ്യാപിച്ചു. പ്രത്യേകിച്ച് മഡഗാസ്കർ ചുറ്റുപാടുകളിലാണ് അദ്ദേഹത്തിൻ്റെ ഭീകരത ഏറ്റവും കൂടുതൽ അനുഭവപ്പെട്ടത്. 1721 ലെവാസർ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആക്രമണം നടത്തി. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഒരു സാധാരണ കപ്പൽ ആയിരുന്നില്ല, മറിച്ച് പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സമ്പത്ത് നിറച്ച ഒരു വലിയ കപ്പൽ, നൊസ സെൻഹോര ഡോ കാബോ. ഈ കപ്പലിൽ ഗോവയിൽ നിന്നുള്ള അമൂല്യ വസ്തുക്കൾ, സ്വർണവും വെള്ളിയും വിലപിടിപ്പുള്ള രത്നങ്ങളും മതപരമായ പ്രതിമകളും ഉൾപ്പെടെ അസാധാരണമായ സമ്പത്ത് ഉണ്ടായിരുന്നു. ഈ ആക്രമണം വിജയകരമായി പൂർത്തിയാക്കിയതോടെ ലെവാസർ ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ കടൽ കൊള്ളക്കാരിൽ ഒരാളായി മാറി. എന്നാൽ ഈ കഥയുടെ ഏറ്റവും വലിയ രഹസ്യം ഇതിന് ശേഷമാണ് തുടങ്ങുന്നത്. ആ മഹത്തായ നിധി അദ്ദേഹം എവിടെയാണോ ഒളിപ്പിച്ചത്, അതാണ് ഇന്ന് വരെ ആരും കണ്ടെത്താനാകാത്ത ചോദ്യമായി ഉയരുന്നത്. വർഷങ്ങൾക്കിപ്പുറം 1730 ഫ്രഞ്ച് അധികാരികൾ ലെവാസറെ പിടികൂടി. അദ്ദേഹത്തെ റിയൂണിയൻ ദ്വീപിൽ വെച്ച് തൂക്കിലേറ്റം വിധിച്ചു. മരണശിക്ഷയ്ക്ക് മുന്നിലെ അവസാന നിമിഷങ്ങളിൽ പോലും അദ്ദേഹം അസാധാരണമായ ശാന്തതയിലായിരുന്നു എന്ന് രേഖകൾ പറയുന്നു. ആ നിമിഷത്തിലാണ് ഈ കഥ ഒരു പൗരാണികതയുടെ നിറം നേടുന്നത്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു ചെറിയ കടലാസ് ചുരുൾ ജനക്കൂട്ടത്തിലേക്ക് എറിഞ്ഞുകൊണ്ട് പറഞ്ഞു, എൻ്റെ നിധി മനസ്സിലാക്കാൻ കഴിയുന്നവർക്ക് അത് സ്വന്തമാക്കാം എന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞതായി കഥകൾ പറയുന്നു. ആ കടലാസിൽ ഒരു രഹസ്യ കോഡ്, ഒരു ക്രിപ്റ്റോഗ്രാം ഉണ്ടായിരുന്നുവെന്നാണ് വിശ്വാസം. ഈ കോഡ് പൈപ്പൺ കിച്ചിപ്പർ പോലുള്ള ഒരു രഹസ്യലിപിയുമായി സാമ്യമുള്ളതാണെന്ന് ചിലർ പറയുന്നു. എന്നാൽ ഈ ക്രിപ്റ്റോഗ്രാം യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നോ എന്ന് ഇന്നും ചരിത്രകാരന്മാർ തമ്മിലുള്ള വിവാദ വിഷയമാണ്. ഉറച്ച തെളിവുകളില്ലാത്തതിനാൽ പലരും ഇത് പിന്നീട് രൂപപ്പെട്ട ഒരു കഥയാണെന്ന് കരുതപ്പെടുന്നു. എങ്കിലും ഈ കഥ ലോകമെമ്പാടുമുള്ള നിധി വേട്ടക്കാരെ ആകർഷിച്ചു. ചിലർ വിശ്വസിക്കുന്നത് ഈ നിധി സെയ്ച്ചലസ് ദ്വീപുകളിൽ എവിടെയും ഒളിപ്പിച്ചിട്ടുണ്ടെന്നാണ്. മറ്റു ചിലർ അത് മഡഗാസ്കർ തീരങ്ങളിൽ മറിഞ്ഞിരിക്കുകയാണെന്നാണ് കരുതുന്നത്. ചിലർ അദ്ദേഹം തൂക്കിലേറ്റപ്പെട്ട റിയൂണിയനിൽ തന്നെ ഒളിഞ്ഞിരിക്കുന്നത് എന്ന വിശ്വാസമാണ്. എന്നാൽ നൂറ്റാണ്ടുകൾ നീണ്ട തിരച്ചിലുകൾക്കപ്പുറവും ആ നിധി ആരും കണ്ടെത്തിയിട്ടില്ല. ഇത് ഒരു യഥാർത്ഥ നിധിയാണോ അല്ലെങ്കിൽ ഒരു മഹത്തായ കഥയോ എന്ന സംശയം ഇന്നും നിലനിൽക്കുന്നു. ഇന്ന് സാങ്കേതിക വിദ്യ വളർന്നിരിക്കുന്ന കാലത്തും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് പോലും ഈ രഹസ്യം പൂർണ്ണമായി അഴിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനാൽ ഈ കഥ ചരിത്രവും പൗരാണികതയും തമ്മിലുള്ള അതിർത്തിയിൽ നിൽക്കുന്ന ഒരു അത്ഭുതമായി തുടരുന്നു. ഒലിവർ ലെവാസർ ഒരിക്കൽ ജീവിച്ചിരുന്ന ഒരു യഥാർത്ഥ വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ കൊള്ളകൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയവയാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ നിധി ഇന്നും കണ്ടെത്താനാകാതെ ഒരു ചോദ്യമായി തുടരുന്നു. കടലിൻ്റെ അടിത്തട്ടിലോ ഒരു ദ്വീപിൻ്റെ ഇരുണ്ട ഗുഹകളിലോ ഇന്നും ആ സ്വർണം രത്നവും മറിഞ്ഞു കിടക്കുകയാണോ? അല്ലെങ്കിൽ അത് മനുഷ്യൻ്റെ സങ്കല്പത്തിൽ മാത്രം ജീവിക്കുന്ന ഒരു കഥയാണോ?
ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുന്നത് ഇന്ന് ബാക്കി നിൽക്കുന്ന ഒരു രഹസ്യമാണ്.